വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ക്രിമിനൽസ് ആരുമായിക്കോട്ടെ കൂടെ ഞാനുണ്ടാവും. ആരാണെന്ന് മനസ്സിലായോ? രാഹുൽ ഈശ്വർ. ക്രിമിനൽസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ നിലപാട് ഒന്ന് മാത്രമാണ്. എന്താണത്? ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. എത്ര കിട്ടുന്നുണ്ട് രാഹുൽ ഈശ്വർ എന്ന് ചോദിക്കുന്നില്ല, കാരണം ഒത്തിരി കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഹണി റോസ് ബോച്ച ഇഷ്യൂല് നമ്മുടെ കഥാനായകൻ രാഹുൽ ഈശ്വർ ഓരോരോ ചാനലും കയറി ഇറങ്ങി ഘോരം നമ്മുടെ ബോച്ചയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊരു തൊലിക്കെട്ടിയാണ് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാന്നുള്ളത്. അതെപ്പോഴും പറയുന്നുണ്ട്, പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏത് ചാനലിൽ പോയി കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് പറയാനായിട്ട് വെറും 3 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഫറാ ഷിബ്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ട്രസ് ഹണി റോസിനെ കുറിച്ച് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റിനെ കുറിച്ചാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മോൺസ്റ്റർ എന്ന മൂവിയിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചാണ്. ഈ 3 കാര്യങ്ങൾ എല്ലാ ചാനലുകളിലും മാറി മാറി പോയി പറയാന്നല്ലാതെ വേറൊരു പോയിന്റും അദ്ദേഹത്തിന് പറയാനായിട്ടില്ല. അപ്പൊ രാഹുൽ ഈശ്വർ പറയുന്ന ഷിബ്ല ഫറ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. ഈ ഒരു പ്രസ്താവനയോട് കൂടി ഈ ഷിബ്ല ഫറനെ നാട്ടുകാർ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ പറയുന്നത്? നമ്മളിങ്ങനെ ഒരു പ്രസ്താവന പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചെന്നുള്ളത് ഒരു കാര്യം ഓർത്തിട്ട് പറയണമെന്നായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഹണീനെ ഒതുക്കിയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് കയറി പറ്റാൻ നോക്കുന്നതാണോന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നാട്ടുകാർ എന്തൊക്കെയാണ് ചേച്ചിയെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ചേച്ചി പണ്ട് നടത്തിയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണിത്. അപ്പൊ ഇതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഹണി റോസിനെ എങ്ങനെയൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് കമന്റ് സെക്ഷൻ ഒന്ന് നോക്കാം. ഹണി റോസ് is better than you in dressing, then how you can say again is ഹണി റോസ്. ആൻഡ് ഹണി റോസ് എക്സ്ട്രാ എക്സ്പോസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ക്യാഷ് വാങ്ങിയതിന്റെ നന്ദിയാവും ആ പോസ്റ്റ് അല്ലേ. അമ്മായി അമ്മക്ക് അടുപ്പിലും ആവാം, മരുമകൾക്ക് വളപ്പിലും പാടില്ല. പടത്തിൽ അഭിനയിക്കുന്നതിന് മോശവും പാപമാണ് എന്ന് സണ്ണി ലിയോൺ പറയുന്നത് പോലെയുണ്ട്. ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? Why is that your caption and actions do not sing? Classic double standards. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ഹണി റോസ് വല്ലാതെ മുതലെടുക്കുന്നുണ്ടല്ലയോ. ഉളുപ്പുണ്ടോ ചേച്ചി? ഈ പറഞ്ഞ ആളാണോ ഹണി റോസിനെ പറ്റി വസ്ത്രത്തെക്കുറിച്ചും ലൈംഗിക കാര്യത്തിൽ മുതലെടുത്തു എന്നൊക്കെ വാദിച്ചത്? ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ നിന്നും എത്ര രൂപയാണ് വാങ്ങിച്ചത്? ഇതെല്ലാം പറയുവാനായി എന്തായാലും ഇത്രയും ഒന്നും ഹണി റോസ് കാണിച്ചിട്ടില്ല. ഇതൊരുമാതിരി 2 കാലിൽ മന്ത്രുള്ളവൻ 1 കാലിൽ മന്ത്രുള്ളവനെ കളിയാക്കുന്നത് പോലെയുണ്ട്. പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടേത് അയാൾ എന്തിടണം എന്തിടണ്ട എന്നുള്ളത് അയാൾ തീരുമാനിക്കും. ലൈംഗികതയോടെ നോക്കുന്നതും കാണുന്നതും ആ നോക്കുന്ന ആളുടെ തെറ്റാണ്. ഇങ്ങനെ ഒരുപാട് കമന്റ്സുകളാണ് കേട്ടോ ചേച്ചിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല പോലെ കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചാൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ച് വല്ല ചാൻസും കൊടുക്കുന്ന കരുതിയിട്ട് ഇട്ട പോസ്റ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എന്തായാലും നമുക്ക് രാഹുൽ ഈശ്വറിലേക്ക് പോകാം. അദ്ദേഹം മീഡിയ വണ്ണോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു തരത്തിലും ഒരു സ്ത്രീക്കെതിരെയും അശ്ലീലം പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. എന്നാൽ ഫറാ ഷിബില എന്ന അഭിനേത്രി തന്നെ ഇന്നലെ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യം കൂടിയാണ്. അങ്ങയോട് ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ ഒരാൾക്കെങ്കിലും തോന്നാതിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ്? അപ്പോ താൻ ചെയ്യുന്ന വസ്ത്രധാരണം പലപ്പോഴും അതിൽ കിടക്കുന്നതാണ് എന്നും അതിന് വിപണന മൂല്യമുണ്ടെന്നും അതിനെ പരമാവധി സ്വന്തമായി തന്നെ ഷെയർ ചെയ്യുകയും ഫറാ ഷിബിലയുടെ വാക്കുകളിൽ സ്വന്തമായി വൾഗറായ വീഡിയോകൾ ഷെയർ ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നത് നിഷ്കളങ്കമാണോ എന്ന് സംശയമുണ്ടെന്ന് കലാരംഗത്തു നിന്ന് തന്നെയുള്ള സ്ത്രീയായ ഒരു ഫറാ ഷിബില പറയുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹണി റോസിന് ഇത്രയൊക്കെ പറയുന്ന രാഹുൽ ഈശ്വർ ഈ കലാരംഗത്തു നിന്നുള്ള സ്ത്രീ ആയിട്ടുള്ള ഈ ഫറാ ഷിബിലയുടെ വസ്ത്രധാരണം കണ്ടില്ലായിരുന്നോ? ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരുപക്ഷെ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. പലപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട്. അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫറാ ഷിബില തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം. കലാകാരിയുമാണ് രാഹുൽ. ആലോചിച്ച് നോക്കൂ, അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ്. എന്തോ കുന്തി ദേവി എന്നൊക്കെ വിളിക്കുകയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ മാർക്കറ്റിംഗ് തമാശ പറഞ്ഞത് പറയാണ്. അതൊക്കെ പറയാം. ഇയാൾ ആരാന്നേ? നമുക്ക് മാതൃഭൂമി നോക്കാം. കേരളം ഡിസ്കസ് ചെയ്യേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് ഫറാ ഷിബില എന്ന അഭിനേത്രിയുടെയും കലാകാരിയുടെയുമാണ്. അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു. അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും വീണ്ടും ഷെയറും മറ്റും ചെയ്യുമ്പോൾ ഹണി റോസ് എന്തു മാതൃകയാണ് കാണിക്കുന്നതെന്ന് ഫറാ ഷിബിലയെ പോലെ വനിതാ രംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന്
പൂർത്തീകരണം ഉണ്ടാകുക. ഫറാഷിബില പറഞ്ഞു എന്നല്ലാതെ രാഹുൽ ഈശ്വറിനായിട്ട് ഒന്നും പറയാനില്ലേ. ഇത് നമുക്ക് രാഹുൽ ഈശ്വറിന്റെ സെക്കൻഡ് പോയിന്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാലേട്ടൻ യൂസ് ചെയ്തിട്ടുള്ള അവന്റെ ഡയലോഗിനെ കുറിച്ച് പറഞ്ഞത് കേൾക്കാം. ആക്ഷേപിക്കുന്നത് ശരിയല്ല, പക്ഷേ ഇതേ ഹണി റോസിനോട് മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ മഹാനടൻ ഇതേ സ്വരത്തിലുള്ള ഇതേ വാക്ക് കുറച്ചുകൂടെ കടുപ്പത്തിൽ പറയുന്നത് കുറച്ചു കാലം മുമ്പ് മോൺസ്റ്റർ എന്ന സിനിമയിലുണ്ട്. നമ്മളെല്ലാം യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ല, അല്ലെങ്കിൽ നിഷ്കളങ്കമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചു വരില്ല. നമുക്ക് 24 ന്യൂസ് അയക്കാം. അതൊന്നും ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഹാഷ്മി മറന്നുപോയി കാണില്ല, മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മാതൃഭൂമി. മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ ഹണി റോസിനോട് നമ്മുടെ ലാലേട്ടൻ, ഞാൻ ഭക്തനാണ്, ലാലേട്ടന്റെ ആരാധകൻ പോലുമല്ല, ലാലേട്ടൻ ഇതേ കോണ്ടെക്സ്റ്റിൽ ഇതേ വാക്യങ്ങൾ കുറെ കൂടെ സെക്ച്വലി കളേർഡായി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. ഒരു സിനിമയിൽ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിയൽ ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പൊ ഒരു ആക്ട്രസ് ഒരു ഫിലിമിൽ വളരെ ഇന്റിമേറ്റ് ആയുള്ള സീൻസിൽ അഭിനയിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റേപ്പ് സീനിൽ അഭിനയിക്കുന്നുണ്ടായിരിക്കാം എന്ന് കരുതിയിട്ട് ആ ഒരു ആക്ട്രസിനെ പബ്ലിക്കിന് റേപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നത്? രാഹുൽ ഈശ്വറിന്റെ വീട്ടിലുള്ള ആളുകളെ നിരന്തരം ഇതുപോലെ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ രാഹുൽ ഈശ്വർ കൈയും കെട്ടി നോക്കി നിൽക്കുമോ? രാഹുൽ ഈശ്വർ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കുറിച്ച് എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് കൈ കെട്ടി നോക്കി നിൽക്കും തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെ ഘോരം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പറയാനുള്ള മൂന്നാമത്തെ, അതായത് ബോച്ചയെ വെളുപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ തുറപ്പിച്ചിട്ടായിട്ടുള്ള മൂന്നാമത്തെ പോയിന്റും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. വൾഗർ ഡ്രസ്സിംഗ് ചിലക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണിക്കും. അല്ല, രാഹുൽ ഈശ്വർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണി റോസ്. ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതിനെ ന്യായീകരിക്കലാണോ ചെയ്യുന്നത് രാഹുൽ? എന്ത് നിലപാടാണ് രാഹുൽ? എന്താണ് കണ്ണടച്ചിട്ടാക്കൽ? രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ? അല്ലെങ്കിൽ ഒരു അഡൽട്ടായ ഒരാളുടെ വസ്ത്രധാരണത്തിൽ അഭിപ്രായം പറയാൻ നമ്മളൊക്കെ ആരാ രാഹുൽ? രാഹുൽ ഈ പറഞ്ഞ ബോബി ആരാ? വൃത്തിയോട് പറയാം. ആരും ആഭാസം പറയുന്നത് കാര്യത്തിൽ യോജിക്കില്ല. പക്ഷെ നമ്മൾ മറക്കരുത്, കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ? നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ? ഹണി റോസിന്റെ വസ്ത്രധാരണം ഇഷ്ടമല്ലേ, അങ്ങോട്ടൊക്കെ നോക്കണ്ട, പോരെ, പ്രശ്നം പരിഹരിച്ചില്ലേ? അടുത്തത്, ഒരു ലേഡിയുടെ വസ്ത്രധാരണം അവരെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസുമല്ല, ഒരു കാരണവശാലുമല്ല. അവിടെയാണ് ദയവായി ശ്രദ്ധിക്കണം. ആ സ്ത്രീയെ സെക്ഷുവലൈസ് ചെയ്യുന്നതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് സാധ്യത ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് ഹണി റോസ് എന്ന് നമ്മൾ മറക്കാതിരുന്നാൽ മതി. ഞാനല്ല, ഫറാഷിബില പറയുന്ന വളരെ രസകരമായ ഒരു വാക്യമുണ്ട്. അവർ അല്ലെങ്കിൽ പരസ്യമായ രഹസ്യമായിട്ട് എന്തെങ്കിലും ഹണി റോസ് എന്താണ് ഈ കാണിക്കാത്തത്, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ മലയാളികളും അങ്ങനെ രാഹുൽ ഈശ്വറിനെ പോലെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. രാഹുൽ ഈശ്വർ ആരാണ് ഹണി റോസിന്റെ അടുത്ത് ഇന്ന രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറയാനായിട്ട്? ഇദ്ദേഹം LLB അങ്ങനെ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ? ഒരു വ്യക്തിക്ക് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള റൈറ്റ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. സോ ഒരു വസ്ത്രധാരണത്തെ ബേസ് ചെയ്തുകൊണ്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ അവരെ പീഡിപ്പിക്കാനോ ഉള്ള റൈറ്റ് ഇല്ല എന്നുള്ളത് രാഹുൽ ഈശ്വറിന് അറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബോച്ചനെ വെളുപ്പിക്കാനായിട്ട് ഒന്നും കിട്ടാത്തപ്പോൾ പുറത്തേക്ക് എടുക്കുന്ന തുറുപ്പ് ചീട്ടുകൾ മാത്രമാണ് ഇവ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ബോച്ചയുടെ മനസ്സിന്റെ പ്രശ്നമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ബോച്ച ഹണി റോസിന്റെ അടുത്ത് മാത്രമല്ല, കാണുന്നവരോട് എല്ലാവരോടും ഇതുപോലെയുള്ള ഡബിൾ മീനിങ്ങോട് കൂടി മാത്രമാണ് സംസാരിക്കാറുള്ളത്. എന്തിനും മുതിർന്നവരോടാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളോട് പോലും ഇത്തരത്തിൽ വളരെ വൃത്തികളായിട്ട് സംസാരിക്കുന്ന വീഡിയോസ് ഒത്തിരി നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ബോച്ച ഒരു ചേച്ചിനെയും ചേട്ടന്റെയും കടയിൽ പോയി പഴംപൊരി വാങ്ങിച്ചിട്ട് എത്ര മോശമായിട്ടാണ് അവിടെയുള്ള ആ ഒരു ചേച്ചിയുടെ അടുത്ത് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ വസ്ത്രധാരണമായിരുന്നു ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. സോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ബോച്ച വന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെടുത്ത് ഇത്രയും ആഭാസകരമായ രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് തമാശയായിട്ട് എടുക്കാൻ സാധിക്കുമോ എന്നും മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.